ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഓണം എക്സാമിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും, ആൻസറും ഉണ്ടായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻസ് അധികം വായിക്കില്ല, ആൻസർ കീ ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നിങ്ങളിപ്പോൾ എഴുതിയ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ചിരുന്നത് മുഗൾ രാജവംശമാണ്. തന്നിരിക്കുന്ന ആശയപടം പ്രയോജനപ്പെടുത്തി മുഗൾ ഭരണകാലത്തെ കാർഷിക രംഗത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മുഗൾ ഭരണകാലത്തെ കാർഷിക രംഗത്തിന് 3 പോയിന്റുകൾ അവർ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 3 പോയിന്റും വെച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക കേട്ടോ. അത്രേ ചെയ്യണ്ടു. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുകൾ തുടങ്ങിയവയായിരുന്നു പ്രധാന കാർഷിക ഇനങ്ങൾ. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. പുതിയ ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യ ഇവ കൃഷിയിൽ ഉപയോഗിച്ചു. ജലസേചനത്തിന് വേണ്ടി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തി. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള 4 പോയിന്റ്സ് ഉണ്ടെങ്കിൽ എന്നാണ്. ഇതൊന്നും എഴുതണ്ട കേട്ടോ, തുടങ്ങിയ ഇതൊന്നും ആവശ്യമില്ല. അടുത്തത് മുഗൾ ഭരണകാലത്ത് നഗരങ്ങളുടെയും അവ ഉൾപ്പെടുന്ന ഇന്നത്തെ രാജ്യങ്ങളുടെയും പട്ടിക നിരീക്ഷിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. അതായത് 1C ധാക്ക ബംഗ്ലാദേശ് ആണ് ഇന്നത്തെ രാജ്യം. പണ്ടത്തെ നഗരം ഇന്ന് ഏത് രാജ്യത്താണെന്നാണ് കേട്ടോ. 2A ആണ് മുർഷിദാബാദ് ഇന്ത്യ ആണ്. അതുപോലെ ലാഹോർ പാകിസ്ഥാനാണ്. ഓക്കെ, ബി ആണ് ആൻസർ. ഇത് ആൻസർ ആണ് പറഞ്ഞത്. ആരും ആൻസർ കണ്ടില്ല എന്ന് പറഞ്ഞ് വരരുത്. ഇത് കണ്ടല്ലോ, ഇത് ആൻസർ ആണ് കേട്ടോ. എക്സ്ട്രാ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആൻസർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ റെഡ് ബോക്സിൽ. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് 2A 2B എന്ന് 2 ഭാഗങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ പൂർണ്ണമായിട്ട് എഴുതിയാൽ മതിയായിരിക്കും. എക്സാമിന് നിങ്ങൾ ഏതെങ്കിലും ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 2Aയിൽ തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ 2A മധ്യകാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ നിലനിർന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് വിജയനഗര രാജ്യം. വിജയനഗര ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ കണ്ടെത്തി തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ 2Aയിൽ നീതിന്യായം, സൈനിക സംവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നീതിന്യായത്തിൽ ഏതൊക്കെ പോയിന്റാ, സൈനിക സംവിധാനത്തിൽ ഏതൊക്കെ പോയിന്റാ നോക്കാം. ഇനി ആൻസറിലേക്കാണ് പോകുന്നത്. നീതിന്യായമാണ് കേട്ടോ. ഇത് ആദ്യത്തെ ബോക്സിൽ ഫില്ല് ചെയ്യേണ്ടത്. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ കൈകാര്യം ചെയ്തിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ഇത്രയുമാണ് ആദ്യത്തെ ബോക്സിൽ. ഇനി സൈനിക സംവിധാനത്തിന്റെ ബോക്സിൽ വരേണ്ടത്, സൈനിക മേധാവികൾ അമരനായകന്മാർ എന്നറിയപ്പെട്ടു. അമരനായകന്മാർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവയെ നിലനിർത്തിയിരുന്നു. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകി. പിന്നെ അതുപോലെ തന്നെ അമരത്തിന്റെ ഭരണം അമരനായകന്മാർക്ക് ആയിരുന്നു. ഇത്രയുമാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് A കഴിഞ്ഞു. B ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ആൻസർ നോക്കാം. ഇതാണ്, ഭരണ സൗകര്യത്തിന് വേണ്ടി വിജയനഗര രാജ്യത്തെ വിവിധ തലങ്ങളായി വിഭജിച്ചിരുന്നു. ഇതാണ് ആൻസർ. B ആണ് ആൻസർ വരിക. മണ്ഡലം, നാട്, സ്ഥലങ്ങൾ, ഗ്രാമങ്ങൾ. ബിയുടെ ആൻസർ മണ്ഡലം, നാട്, ഇതാണ് ആൻസർ. മണ്ഡലം, നാട്, സ്ഥലം, ഗ്രാമങ്ങൾ കേട്ടോ. അടുത്തത് ഇനി ഓർ ക്വസ്റ്റ്യൻ ആണ്. 2B വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗം വലിയ പുരോഗതി കൈവരിച്ചു. സാംസ്കാരിക രംഗത്തുണ്ടായ പുരോഗതി തന്നിരിക്കുന്ന പട്ടികയിൽ രേഖപ്പെടുത്തുക. വാസ്തുവിദ്യയിലും സാഹിത്യത്തിലും എന്തൊക്കെയാണെന്നാണ് ആൻസർ നോക്കാം. ആദ്യം വാസ്തുവിദ്യ, പിന്നെ സാഹിത്യം. വാസ്തുവിദ്യ ബോക്സിൽ ഫില്ല് ചെയ്യേണ്ടത് ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങൾ വിജയനഗര ശില്പകലയുടെ പ്രത്യേകതയാണ്. സാഹിത്യം എന്ന ബോക്സിൽ സാഹിത്യരംഗം ഈ കാലഘട്ടത്തിൽ വലിയ പുരോഗതി കൈവരിച്ചു. നിരവധി സംസ്കൃതികൾ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. തെലുങ്ക് സാഹിത്യം കൂടുതൽ വികാസം പ്രാപിച്ചു. ഇനി അടുത്തത് നമുക്ക് B ആണ്. ബിയുടെ ആൻസർ വരുന്നത് ഇതാണ് കേട്ടോ, D ആണെന്നാണ് ആൻസർ കീയിലുള്ളത്.
വിജയനഗര രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്രമീകരിച്ച് ശരിയായത് കണ്ടെത്തുകയാണ്. തുളു വംശം 1 C കൃഷ്ണദേവരായരാണ്. പിന്നെ 2 D സംഗമ വംശം ഹരിഹരനും ബുക്കനും. സി സാലുവ വംശം 3 A ആണ് നരസിംഹ സാലുവ. അരവിട് വംശം 4 B ആണ് തിരുമല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 3A 3B എന്നീ ഭാഗങ്ങളുണ്ട്. 3A 3B എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായി എഴുതിയാൽ മതിയാകും. നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ആണിത്. 3A തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ചെയ്യണം. പിന്നെ സൂഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ശരിയായ പ്രസ്താവനയും കണ്ടെത്തി എഴുതണം. അപ്പം 3A A ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറയുന്നത് കബീർ. നിങ്ങൾ 1, 2, 3, 4 എന്നുള്ളത് ആ ബോക്സിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 കബീർ, 2 സൂഫി കേന്ദ്രങ്ങളിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങൾ, 3 ബസവണ്ണ, 4 സാമൂഹിക അസമത്വങ്ങളെ ഇല്ലാതാക്കുന്നതിനും എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാകുന്ന പൊതു അടുക്കള അലങ്കാർ. ഇതാണ് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഇത് എവിടെയൊന്നും ചോദിക്കരുത്. ഇതാ ഈ 1, അതുപോലെ ഇത് 2, ഇത് 3, ഇത് 4. ആ ആൻസർ ഇവിടെ എടുത്ത് എഴുതിയാൽ ആൻസർ ആയി. ഇനി ബി ക്വസ്റ്റ്യൻ്റെ ശരിയായ പ്രസ്താവന മധ്യേഷ്യയിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഓക്കെ, ഇതാണ് ആൻസർ കേട്ടോ ബിയുടെ. അപ്പം അത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് 3B എന്ന് പറഞ്ഞൊരു ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 3B ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സൂചനകൾ ശ്രദ്ധിക്കൂ. അപ്പോൾ ഭക്തി പ്രസ്ഥാന കാലഘട്ടത്തിൽ സാമൂഹിക രംഗത്തുണ്ടായ പുരോഗതി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് A ക്വസ്റ്റ്യൻ. B ക്വസ്റ്റ്യൻ നായനാർമാരും ആഴ്വാർമാരുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡിയും എഴുതണം. അപ്പോൾ ആദ്യം 3Bയിൽ വരുന്ന A ക്വസ്റ്റ്യൻ നോക്കാം. തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം കൃതികൾ രചിക്കപ്പെട്ടു. മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവ രൂപീകരണം, അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവ രൂപീകരണം, മതസഹിഷ്ണുത, സാഹിത്യ രംഗത്തേക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നു വന്നു. ഇത്രയും മതി. ഈ അവസാനം എഴുതിയ തുടങ്ങിയ അനുയോജ്യമായെന്നൊന്നും വേണ്ട കേട്ടോ. ഇനി ബിയിലെ ശരിയായ ആൻസർ C ആണ്. തിരുമുറൈകൾ 4000 ദിവ്യപ്രബന്ധം എന്നുള്ള C ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കാണിച്ചു തരാം. ഇതാണ് ശരിയായ ജോഡി. റെഡി? 3Bയിലെ A ക്വസ്റ്റ്യൻ B ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. 2ന്റെ ആൻസറുമാണ് ഈ കാണുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 4ാമത്തെ, ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. കുട്ടികളുടെ സംരക്ഷണത്തിനായി ഗവൺമെന്റ് നടപ്പിലാക്കിയ ഏതെങ്കിലും 2 നിയമങ്ങൾ, അതിൻ്റെ ആൻസറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആൻസർ ആണിത്. ബാലവേല നിരോധന നിയമം, ബാലനീതി നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പോസ്കോ ആക്ട് തുടങ്ങിയവ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമങ്ങളാണ്. ഇനി ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം. കുട്ടികളും നിയമങ്ങളും എന്ന വിഷയത്തിൽ നിയമ വിദഗ്ധനുമായി അഭിമുഖം നടത്താൻ ആവശ്യമായ ചോദ്യങ്ങൾ നിർമ്മിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യങ്ങൾ. 5 ചോദ്യങ്ങളുണ്ട് ഇതിൽ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിലവിലുള്ള നിയമങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ്? 2ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന് നിയമപരമായ പരിരക്ഷകൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്തു ചെയ്യാൻ കഴിയും? കുട്ടികൾക്ക് നിയമപരമായ സഹായം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? 4, കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിൽ നിയമവിദഗ്ധർക്ക് എന്ത് പങ്ക് വഹിക്കാൻ കഴിയും? 5, സൈബർ ഇടങ്ങളിൽ കുട്ടികൾ നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ നിലവിലുള്ള നിയമങ്ങൾ പര്യാപ്തമാണോ? ഇത് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് കേട്ടോ. ഇനി ആൻസർ കണ്ടില്ല എന്ന് പറയരുത്. നമ്മളോട് ചോദ്യങ്ങൾ നിർമ്മിക്കാനാണ് ആൻസർ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് 5, ഭരണഘടനയിലെ പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങളും മൗലിക കടമകളെയും കുറിച്ച് തന്നിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ പോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് മൗലിക കടമകൾ. വിശദീകരിക്കുക. 5A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 5A നോക്കാം. മൗലിക അവകാശങ്ങൾ, ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ. ഓക്കെ, മൗലിക കടമകൾ എന്താണ്? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ. സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്കായി മൗലികാവകാശങ്ങളും കടമകളും എല്ലാവരും പാലിക്കേണ്ടതാണ്. ഇത് 5A ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഇനി 5B ക്വസ്റ്റ്യൻ, നവംബർ 26-ന് ഭരണഘടനാ ദിനാചരണത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന റാലിക്ക് വേണ്ടി ഭരണഘടനാ ധർമ്മങ്ങൾ ഉൾപ്പെടുത്തി 2 പ്ലക്കാർഡുകൾ തയ്യാറാക്കണം. 5Bയുടെ ആൻസർ നോക്കാം. 5B, ഓക്കെ, ഭരണഘടനയുടെ ഏതെങ്കിലും 2 ധർമ്മങ്ങളുടെ സവിശേഷതകൾ എഴുതി പ്ലക്കാർഡ് തയ്യാറാക്കണം നിങ്ങൾ. അത് നമുക്ക് ഒരു മിനിറ്റ്. ഭരണഘടനാ ധർമ്മങ്ങൾ അതിപ്പോൾ പറയാം. അതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. എന്തൊക്കെയാണ് ഭരണഘടനാ ധർമ്മങ്ങൾ? 2 മതി നമുക്ക്.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് ഇത് പറഞ്ഞു തരാം. ഇത് നമുക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ബിയുടെ ആൻസർ ഞാൻ ശ്രമിക്കാം. നീതി എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. നിങ്ങൾ പ്ലക്കാർഡ് 1 നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, ഇത്രയുമായിട്ട് ഒരു ഇത് തയ്യാറാക്കുക കേട്ടോ. നീതി, സ്വാതന്ത്ര്യം, ഇവിടെ എഴുതേണ്ടതാണ് പറയുന്നത്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി വേണം. ഭരണഘടനയെ അറിയുക, അവകാശങ്ങൾ സംരക്ഷിക്കുക. അങ്ങനെ നമുക്ക് 2 സന്ദേശം കൊടുക്കാം. നീതി, ഇതിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ, എന്നാൽ ശ്രമിക്കാം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, പിന്നെ ഒന്നും കൂടി ഉണ്ട്, സാഹോദര്യം. ഇത് എഴുതുന്നത് ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് ആദ്യം കൊടുക്കുക. ഇനി അടുത്തത് നിങ്ങൾ ഭരണഘടനയെ അറിയുക, അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന് കൊടുക്കുക കേട്ടോ. ഈ പ്ലക്കാർഡിൽ ഭരണഘടനയെ അറിയുക, അവകാശങ്ങൾ, ഇത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അവകാശങ്ങൾ സംരക്ഷിക്കുക. അത് എഴുതാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഇപ്പം ഇതിങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി ആൻസർ കണ്ടില്ല എന്ന് ആരും പറയരുത്. ആൻസർ ഞാൻ പറയുന്നത് കേട്ടൊന്ന് എഴുതാൻ ശ്രമിക്കൂ. ഇതിൽ എഴുതിയത് ക്ലിയർ ആവില്ല. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് ആദ്യ പ്ലക്കാർഡിലും, ഭരണഘടനയെ അറിയുക, അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന് ഈ ബോക്സിലും എഴുതുക കേട്ടോ. ഇനി ആരും വന്നിട്ട് ഇത് ക്ലിയർ ഇല്ല, ആൻസർ ഇല്ല എന്ന് പറയരുത്. ആൻസർ എഴുതാൻ വിട്ടുപോയത് കൊണ്ടാണ് പറയുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, പോരാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്തത്, നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആകുന്നത് വരെ പിന്തുടർന്ന വന്ന നിയമസംഹിത ഏത്? സി ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് കേട്ടോ. ഇതാണ് ആൻസർ. ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ, അരികുവൽക്കരണത്തിന് കാരണമാകുന്ന പല ഘടകങ്ങളുണ്ട്. അപ്പം നമുക്ക് 6A, B 2 ക്വസ്റ്റ്യൻസ് ആണ്. 6A, മുകളിൽ കൊടുത്തിരിക്കുന്ന 2 സന്ദർഭങ്ങൾ നിരീക്ഷിച്ചല്ലോ, ഇവ ഏത് തരത്തിലുള്ള അരികുവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ 6Aയുടെ ആദ്യം ശാരീരികമായ അരികുവൽക്കരണം, 2 സാമൂഹികമായ അരികുവൽക്കരണം. അടുത്തത് B ക്വസ്റ്റ്യൻ, ഇത്തരം സന്ദർഭങ്ങളിൽ അരികുവൽക്കരണത്തെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയും? ആൻസർ, എല്ലാ വിഭാഗം ജനങ്ങളെയും സമൂഹത്തോട് ഉൾച്ചേർക്കണം, ശാരീരിക പരിമിതി ഉള്ളവർക്ക് അനുയോജ്യമായ രീതിയിൽ അനുരൂപീകരണം നടത്തുക, അന്യസംസ്ഥാന ജനവിഭാഗങ്ങളും അവർ അധിവസിക്കുന്ന പ്രദേശങ്ങളും സമൂഹത്തിന്റെ ഭാഗമാണെന്ന് ചിന്ത വളർത്തുക, അവസര സമത്വം സൃഷ്ടിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 6 ക്വസ്റ്റ്യൻസ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ പ്ലക്കാർഡിൻ്റെ ക്വസ്റ്റ്യൻ, അതിന് ആൻസർ ഞാൻ എടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് എനിക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ട് ഇതിലുള്ളത് കൊണ്ടാണ്, എഴുതി കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ലിസൺ ചെയ്ത് അതിൻ്റെ ആൻസർ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.